ഹലോ എവറി വൺ, എല്ലാവർക്കും ഷിഗ്ലീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ റൈസ് റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണേലും പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്നൊന്ന് ബിരിയാണി കഴിക്കണമെന്നൊരു കൊതി തോന്നുമ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബിരിയാണിയിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി, പിന്നെ ഒരു കുറച്ച് മല്ലിയിലയും പുതിനയിലയും പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം. ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നെയ്യ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പിന്നെ നമ്മൾ റൈസ് ഇടുന്നതിന് മുമ്പായിട്ടും കുറച്ച് നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക. വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് അരിയണമെന്നൊന്നുമില്ല, കാരണം നമ്മളിത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ടാണ് പേസ്റ്റാക്കിയാണ് എടുക്കുന്നത് ഈ മസാല. അതുകൊണ്ട് വലുതായിട്ട് തന്നെ ഇട്ടാലും മതി. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് വഴറ്റാം. അതാകുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടും കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ തക്കാളിയും, ഒരു പകുതി തക്കാളിയാണ് കേട്ടോ, പിന്നെ പുതിനയിലയും മല്ലിയിലയും പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം ഇതിൽ എണ്ണയുണ്ട്, പിന്നെ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ കാണും. ആ ഇത് മാത്രം മതി. ഇത് തണുത്തതിന് ശേഷം അതേപടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മസാലക്കൂട്ട് നന്നായിട്ട് തണുത്തു. അപ്പം ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അതിനുശേഷം വെള്ളം വാർത്തെടുത്തിരിക്കുകയാണ്. ഈ റെസിപ്പി സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് സേല എന്ന് പറയുന്ന റൈസ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് സാധാ ബസ്മതി റൈസോ അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന ഏത് റൈസ് വെച്ചിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ബിരിയാണിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു വഴനയില എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ പച്ചമുളകും, പിന്നെ ഒരു മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പം അതിനായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ചിലർക്ക് നെയ്യുടെ മണം നല്ലപോലെ ബിരിയാണിയിലുള്ളതായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വഴനയിലയും പച്ചമുളകും സവോളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വാടി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുന്ന കാര്യം മറക്കരുത്. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുണ്ടായിരുന്ന പകുതി തക്കാളി ഇല്ലേ, അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരച്ചു വെച്ചിരുന്ന ബിരിയാണിയിലേക്ക് വേണ്ട മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. മസാലയ്ക്കകത്തു നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. തൈരൊക്കെ പുളിക്ക് അനുസരിച്ച് ചേർക്കുക. ഇവിടെ എനിക്ക് കിട്ടുന്നത് തൈര് അധികം പുളിയില്ലാത്തതാണ്, അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പുളിയുടെ അനുസരിച്ചിട്ട് തൈരിൻ്റെ അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. തൈര് ചേർത്ത ശേഷം നന്നായിട്ട് മസാലയും തൈരും ഒക്കെ യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിരുന്നതെങ്കിൽ 2.25 കപ്പോ 3 കപ്പോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചില അരിക്ക് വേവ് കൂടുതലായിരിക്കും, അതിനനുസരിച്ച് 3 കപ്പ് വരെ, അതായത് നേരെ ഇരട്ടി. 1.5 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു കപ്പിലാണ് അരി അളന്നത്, അതേ കപ്പിലാണ് വെള്ളവും അളന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അതല്ല സാധാ വെള്ളമാണ് ഒഴിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ചും കൂടെ സമയം എടുക്കും വെള്ളം തിളച്ച് വരാനായിട്ട്. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ സോയ ചങ്ക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് താല്പര്യമെങ്കിൽ മഷ്റൂംസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാൻ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങത്തില്ല, അതുപോലെ മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇളക്കിയൊന്നും കൊടുക്കണ്ട, നമ്മുടെ അരി അങ്ങ് വെന്ത് പൊടിഞ്ഞു പോകാൻ പാടില്ലല്ലോ. ബിരിയാണി റൈസിൻ്റെ അതേപോലെ തന്നെ ഇരിക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളയൊന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീയ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ കേൾക്കുക. ഞാനിവിടെ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിരുന്നു. 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. കറക്റ്റ് പാകമാണ്. നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം ചോറൊന്ന് എടുത്ത് ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. വെള്ളം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇത് ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് പാകമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ചോറിൻ്റെ അളവിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു വിസിൽ കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ വിസിലടിച്ചത് 15 മിനിറ്റുകൾക്ക് ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.